ഹാപ്പി മെൻസ് ഡേ. ഇന്ന് നവംബർ 19 ആയതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി മെൻസ് ഡേ ഒരു പോസിറ്റീവായ ലൈഫ് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ആണിനും പെണ്ണിനുമുള്ള പ്രാധാന്യത്തെപ്പറ്റി പറയാമെന്ന് കരുതി. രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ആണ് ആണായിട്ടും പെണ്ണ് പെണ്ണായിട്ടേ ജീവിക്കാനും പറ്റൂ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ചില കാര്യങ്ങളിൽ പെണ്ണിന് കഴിയുന്നത് ആണിന് കഴിയില്ല, ആണിന് കഴിയുന്നത് പെണ്ണിന് കഴിയില്ല. നമ്മൾ സ്പോർട്സ് മേഖലയിൽ നോക്കുകയാണെങ്കിൽ 60-40 അല്ലെങ്കിൽ 70-30 എന്ന രീതിയിലാണ് താരതമ്യേന കാണാറ്. കാരണം ചില ബയോളജിക്കൽ ഫാക്ടേഴ്സ്, അവരുടെ ഹോർമോൺ ഇൻബാലൻസ് എല്ലാം വരുന്നത് കൊണ്ട് തന്നെ ഈ ഫീൽഡിൽ അവരുടെ ലേഡീസിന്റെ കടന്നുകയറ്റം വളരെ കുറവാണ്. അവരുണ്ടെങ്കിലും താരതമ്യേന കുറവ് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ കിൻഡർ ഗാർഡൻ നോക്കുകയാണെങ്കിൽ പല മൾട്ടി ടാസ്ക് കഴിവ് ചെയ്യാനുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ആണുങ്ങൾ താരതമ്യേന ഈ ഫീൽഡിൽ കുറവാണ്. പെണ്ണുങ്ങളാണ് കൂടുതൽ. നമ്മൾ നോക്കാം, നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. അതുപോലെ കുറെ കളേഴ്സ് ഒരേ ടൈമിൽ നോക്കാൻ കഴിവുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഷോപ്പിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും പോവുകയാണെങ്കിൽ ഹസ്ബൻഡ് പറയും, നിനക്ക് വേണ്ടത് എന്താണെന്ന് പോയി വാങ്ങിച്ചു വന്നോളൂ, ഞാനിവിടെ പുറത്ത് നിൽക്കാം. അപ്പൊ നമ്മൾ രക്ഷപ്പെടുന്ന രീതിയിൽ ജെൻസ് മാറി നിൽക്കാറുണ്ട്. ഉദാഹരണമായിട്ടൊരു റെഡ് സാരി വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. സാരി വാങ്ങിക്കാൻ വേണ്ടി അവർ കടയിൽ കയറി. സെയിൽസ്മാൻ അയാൾ കുറെ ഡ്രസ്സുകൾ വലിച്ചിട്ട് എന്താണ് നമുക്ക് വേണ്ട റെഡ് കളർ സാരി മാത്രം ലാസ്റ്റ് കൊടുത്ത് എല്ലാ കളറുകളും കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവരിതെല്ലാം ക്യാച്ച് ചെയ്യും. എല്ലാ കളറും മട്ടി കളേഴ്സ് എല്ലാം കണ്ട് അതെല്ലാം, അതായത് സാരി വേണമെങ്കിൽ സാരിക്ക് വരുന്ന ബ്ലൗസ്, ബ്ലൗസിന് വരുന്ന പാവാട, അങ്ങനെ പലതും എടുത്തിട്ട് തിരിച്ചു വരും ഒരു വലിയൊരു എമൗണ്ട് ആക്കിയിട്ട്. അപ്പം ഹസ്ബൻഡ് കണ്ടു കഴിഞ്ഞ് അത് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യും. അപ്പൊ പറഞ്ഞു വരുന്നത്, കുറെ കാര്യങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ആണുങ്ങൾക്ക് ചെയ്യുന്നത് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും താരതമ്യേന വളരെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ഉള്ള ആൾക്കാരാണ്. നല്ലൊരു ദിവസം എല്ലാ ജെൻസിനും തന്നുകൊണ്ട് ഹാപ്പി മെൻസ് ഡേ വൺസ് അഗൈൻ.